dear friends, all of you, welcome back to my channel. ഇന്ന് നമ്മൾ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബേസിക് അനാലിസിസിലെ ചാപ്റ്റർ 7 ഇൻ്റർവെൽസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസും ടോപ്പിക്കുകളും ഒക്കെയാണ്. അപ്പോൾ മറ്റ് വിവിധ ചാപ്റ്ററുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, നോട്ടുകൾ, തിയറംസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയിട്ട് കാണുക. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇൻ്റർവെൽസ് ആണ് കേട്ടോ ഇടുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സബ്സെറ്റിനെ അല്ലെങ്കിൽ ഓർഡർ റിലേഷനിൽ ഒരു നാച്ചുറൽ കളക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവെല്ലുകൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ A<B ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ ഓഫ് AB = a set of all x belongs to R such that A < B x < B. അതാണ് ഒരു ഓപ്പൺ ഇൻ്റർവെൽ. നമുക്ക് സാധാരണയായിട്ട് അറിയാവുന്ന കേസ് തന്നെയാണ്. മാത്സ് ഒരുപാട് പഠിച്ചവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് അറിയാവുന്ന കേസുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബേസിക് അനാലിസിസിലൂടെ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ കേസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും ഇടയിൽ വരുന്നതായിരിക്കും ആ ഒരു സെറ്റിലെ വാല്യൂസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ AB എന്ന് പറയുന്ന പോയിൻ്റുകൾ എൻഡ് പോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓപ്പൺ ഇൻ്റർവെല്ലിലെ എൻഡ് പോയിൻറ്റ്സാണ് എയും ബിയും. അതുപോലെ തന്നെ എൻഡ് പോയിൻറ്റ്സ് ആ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അതായത് 3, 5 എന്ന് പറയുന്ന രണ്ട് സംഖ്യകളാണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. എൻഡ് പോയിൻറ്റ്സ് ആ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, അടുത്തതായിട്ട് ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ ഡെഫിനിഷനിൽ പറയാനുള്ളത്, പോയിൻറ്റ്സ് ആർ അഡ്ജോയിൻറ്റഡ് ടു ദ ഓപ്പൺ ഇൻ്റർവെൽ വി ഹാവ് ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ. അതുപോലെ തന്നെ ഓപ്പൺ ഇൻ്റർവെൽ പോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവെല്ലും ഉണ്ട്. ഇപ്പം മുമ്പ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഒരു സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് A < X <B. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണെങ്കിൽ ആ ഒരു AB എന്ന് പറയുന്ന എൻഡ് പോയിൻറ്റ്സ് ആ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഭാഗം ഓപ്പണും ഒരു ഭാഗം ക്ലോസ്ഡും ആയിട്ടുള്ള ഇൻ്റർവെല്ല് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ ഭാഗത്ത് എന്തായിരിക്കും, ഈക്വൽ എന്നുള്ള ആ ഒരു പോർഷൻ ഉണ്ടാവില്ല. അതായത് ക്ലോസ്ഡ് AB എന്ന് പറയുന്ന ഒരു സെറ്റിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ A, ഓപ്പൺ ഇൻ്റർവെൽ B എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിൽ A < X B ആയിരിക്കും. അവിടെ ആ ഒരു ക്ലോസ്ഡ് എന്നുള്ള ഭാഗത്ത് മാത്രമാണ് ഈക്വൽ എന്നുള്ള ആ ഒരു ചിഹ്നം വരുന്നത്. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ ഓപ്പൺ ഇൻ്റർവെൽ A, ക്ലോസ്ഡ് ഇൻ്റർവെൽ B എന്ന് പറയുന്ന സെറ്റിലാണെങ്കിൽ A X < B. ഓക്കെ, അതിന് ഈ രണ്ട് ഇൻ്റർവെല്ലുകളിലും ഹാഫ് ക്ലോസ്ഡ് അല്ലെങ്കിൽ ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽസ് എന്നാണ് പറയുന്നത്. അതായത് പകുതി ഓപ്പൺ ഇൻ്റർവെല്ലാണ്, പകുതി ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് B - A ആയിരിക്കും. അതായത് അപ്പർ ഇൻ്റർവെൽ മൈനസ് ലോവർ ഇൻ്റർവെൽ. അതുപോലെ ഇൻ്റർവെല്ലിലെ ഈ ഒരു ലിമിറ്റുകൾ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ, എയും ബിയും ഈക്വൽ ആണെങ്കിൽ ആ ഒരു സെറ്റിനെ എംപ്റ്റി സെറ്റ് എന്നാണ് പറയുന്നത്. അതായത് A എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണെങ്കിൽ ആ സെറ്റ് എംപ്റ്റി സെറ്റായിരിക്കും. അതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ, ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഒരേപോലെയുള്ള എലിമെൻറ്റ്സ് ആണെങ്കിലാണ് എംപ്റ്റി സെറ്റ്. ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ A എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ വരുന്ന ഇൻ്റർവെല്ലാണെങ്കിൽ അത് സിംഗിൾട്ടൺ സെറ്റായിരിക്കും, അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റായിരിക്കും. അപ്പോൾ അതിന് സെറ്റുകൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സെറ്റ് A ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ A ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എക്സ് A ആയിരിക്കും. അതായത് A മുതൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ A മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്ന ഒരു സെറ്റാണത്. അതുപോലെ -∞ A ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിൽ അത് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എക്സ് A. എയിൽ നിന്നും ചെറുതായിട്ടുള്ള എല്ലാ എലമെൻറ്റ്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റായിരിക്കും അത്. അവയെ ഓപ്പൺ റേസ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഓപ്പൺ ഇൻ്റർവെൽസ് എന്നാണ് പറയുന്നത്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഓപ്പൺ ഇൻ്റർവെൽസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലും ആ ഒരു കേസ് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ക്ലോസ്ഡ് റേസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് എന്നാണ് പറയുന്നത്. അവിടെ ലെസ് ദാൻ ആണെങ്കിലും ഈക്വൽ, ഗ്രേറ്റർ ദാൻ ആണെങ്കിലും അതിൻ്റെ കൂടെ ഈക്വൽ എന്നുള്ള ചിഹ്നം കൂടി വരും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഇൻഫൈനൈറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലാണ് ഇൻഫൈനൈറ്റ് ഇൻ്റർവെൽ, വിച്ച് ഈസ് ഈക്വൽ ടു ആർ. റിയൽ നമ്പറുകളാണ് ആ ഒരു സെറ്റ്. അടുത്തതായിട്ട് വരുന്നതാണ് യൂണിറ്റ് ഇൻ്റർവെൽ. അതൊരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. യൂണിറ്റ് ഇൻ്റർവെൽ, അതായത് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, അതായത് 0, 1 എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. വിച്ച് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയതുകൊണ്ട് ഈക്വൽ എന്നുള്ള ചിഹ്നം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതാണ് യൂണിറ്റ് ഇൻ്റർവെൽ, 0, 1 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഐ കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. യൂണിറ്റ് ഇൻ്റർവെല്ലിനെ കണ്ടിന്യൂം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ യൂണിറ്റ് ഇൻ്റർവെല്ലിൻ്റെ മറ്റൊരു, അല്ലെങ്കിൽ യൂണിറ്റ് ഇൻ്റർവെൽ ഈസ് ഓൾസോ കോൾഡ് ഡേഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂം എന്ന് നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് പഠിക്കാനുള്ള തിയറം 1, ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ തിയറമാണ്. എന്താണ് ഈ ഒരു തിയറം പറയുന്നത് എന്ന് നോക്കാം. ഇഫ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ ദാറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 2 n points and has the property if xy belongs to S and x less than y, then a closed interval xy is a subset of or equal to S, then S is an interval. അതായത് എസ് എന്ന് പറയുന്നത് റിയൽ നമ്പറുകളുടെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ അതിന് 2 എൻഡ് പോയിൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സ് വൈ എന്ന് പറയുന്നത് ആ ഒരു സെറ്റിലുള്ള എലമെൻറ്റുകളാണ്. എക്സ് വൈയിനേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ആ ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് 1 മുതൽ 10 വരെയുള്ള ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിൽ 3 അതുപോലെ 5 എന്ന് പറയുന്ന 2 സംഖ്യകൾ എടുക്കുന്നു. അപ്പോൾ അതിൽ 3 എന്ന് പറയുന്നത് 5നേക്കാൾ, അല്ലെങ്കിൽ 3 എന്ന് പറയുന്നത് 5നേക്കാൾ ചെറുതാണ്. അപ്പോൾ 3, 5 എന്ന് പറയുന്നൊരു ഇൻ്റർവെൽ ആ ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. തീർച്ചയായും അത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ എസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെല്ലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സെറ്റിൽ ആ ഒരു ക്യാരക്ടറൈസേഷൻ തിയറത്തിൽ പറയുന്നത്. അടുത്തതായിട്ട് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള നെസ്റ്റഡ് ഇൻ്റർവെല്ലാണ് പഠിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എ സീക്വൻസ് ഓഫ് ഇൻ്റർവെൽസ് ഐ എൻ belongs to n is nested if the following chain of inclusions hold. അപ്പോൾ താഴെ പറയുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ സീക്വൻസിനെ നെസ്റ്റഡ് ഇൻ്റർവെൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ സീക്വൻസ് ഉണ്ടാവുക? അപ്പോൾ I1, I2, I3 എന്ന് പറയുന്ന ഒരുപാട് ഇൻ്റർവെല്ലുകൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിൽ I1 ഈസ് എ സബ്സെറ്റ് ഓഫ് I2 ഈസ് എ സബ്സെറ്റ് ഓഫ് I3 ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സെട്ര സബ്സെറ്റ് ഓഫ് IN, അങ്ങനെ IN+1 അങ്ങനെ സബ്സെറ്റുകളായിട്ട് ഓരോ സെറ്റുകളും അല്ലെങ്കിൽ ഓരോ ഇൻ്റർവെല്ലുകളും മറ്റു ഇൻ്റർവെല്ലിൻ്റെ സബ്സെറ്റുകളായിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു സീക്വൻസിനെ നെസ്റ്റഡ് ഇൻ്റർവെൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫിഗറിൽ നോക്കൂ, ഒരുപാട് ഇൻ്റർവെല്ലുകൾ കൺസിഡർ ചെയ്യുന്നു. ക്ലോസ്ഡ് ഇൻ്റർവെല്ലുകളാണ് കേട്ടോ. അപ്പോൾ അതിൽ I1, I2, I3 എന്നുള്ളതൊക്കെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലുകളും ഓരോന്നിൻ്റെയും സബ്സെറ്റുകളായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. ഏറ്റവും വലിയ ഇൻ്റർവെൽ അതിൽ I1 ആണ്. അതായത് AB എന്ന 2 എൻഡ് പോയിൻ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഇൻ്റർവെൽ I1 ആണ്. പിന്നീട് I2, I3, I4, I5 അങ്ങനെ വലുതിൽ നിന്നും ചെറുതിലേക്ക് നമ്മൾ എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നെസ്റ്റഡ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്ന ഒരു തിയറം അൺകൗണ്ടബിലിറ്റി ഓഫ് ആർ. അതായത് ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് നോട്ട് കൗണ്ടബിൾ. ബേസിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമുക്ക് റിയൽ നമ്പറുകളെ എന്ത് ചെയ്യാൻ കഴിയില്ല, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി ആണ് ഒരു സെറ്റ്. അപ്പോൾ അതിനൊരിക്കലും എണ്ണാൻ കഴിയില്ല. അപ്പോൾ ഇതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ ആകുമ്പോൾ നമ്മൾ ആ ഒരു തിയറത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യത്തെ എടുത്ത് ശേഷം അത് ലാസ്റ്റ് അങ്ങനെയല്ല എന്നാണ് പ്രൂവ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യുന്നത്, I എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു. അതിൽ x1, x2, xn എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന ഇൻഫിനിറ്റി എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റായിട്ട് Iനെ കൺസിഡർ ചെയ്താൽ അത് കൗണ്ടബിൾ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ I1 സെലക്ട് ചെയ്യുന്നു.
അതുപോലെ x1 not is subset of I1, then select a closed interval of I2 of I1 such that x2 is not an element of I2. അതുപോലെ തന്നെ ഓരോ സെറ്റുകൾ നമ്മൾ ഓരോ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാലും ഓരോ എലമെൻറ്റ്സും വിവിധ എലമെൻറ്റുകൾ ഓരോ ഇൻ്റർവെല്ലുകൾ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ I1 സബ്സെറ്റ് ഓഫ് I2 ഈസ് എ സബ്സെറ്റ് എന്ന് പറയുന്ന ആ ഒരു നെസ്റ്റഡ് ഇൻ്റർവെൽ പ്രോപ്പർട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ നെസ്റ്റഡ് ഇൻ്റർവെൽ പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്, അവിടെ ഒരു പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എപ്സിലോൺ ബിലോങ്സ് ടു I സച്ച് ദാറ്റ് എപ്സിലോൺ സബ്സെറ്റ് ഓഫ് IN ഫോർ ഓൾ n, therefore എപ്സിലോൺ നോട്ട് ഈക്വൽ ടു XN ഫോർ ഓൾ n ബിലോങ്സ് ടു n. അപ്പോൾ ആ ഒരു നമ്മൾ x1 x2 എന്നെടുത്ത വാല്യൂവിന് പകരം നമ്മൾ കോമൺ ആയിട്ട് എപ്സിലോൺ എന്നുള്ള വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ ഏതൊരു ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു എപ്സിലോൺ ഉണ്ടാകും. ആ ഒരു സെറ്റ് ഇൻ്റർവെല്ലിൽ ഇല്ലാത്തൊരു എപ്സിലോൺ ഉണ്ടാകും. അതെന്താണ് കാണിക്കുന്നത്, there exists an epsilon belongs to I such that epsilon is not included in the enumeration. ആ ഒരു എപ്സിലോൺ നമുക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു ന്യൂമറേഷനിൽ അല്ലെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. സോ ദ enumeration of I is not complete listing of the elements of I has claimed and hence I is uncountable set. This completes the proof. അതായത് I എന്ന് പറയുന്നത് എന്താണ്, അൺകൗണ്ടബിൾ സെറ്റാണെന്നുള്ളത് അതിന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് I കൗണ്ടബിൾ ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. x1 x2 എന്ന് പറയുന്ന പോയിന്റുകൾ കൺസിഡർ ചെയ്ത് വിവിധ ഇൻ്റർവെൽ എടുക്കുന്ന സമയത്ത് അതിൽ ഓരോ പോയിൻ്റെങ്കിലും അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഉണ്ടാകും. അപ്പോൾ അതിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു I എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ സെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ് വരുന്നത്. അപ്പോൾ അതിനുശേഷം പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്, റേഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റേഷണൽ നമ്പേഴ്സ് എന്താണ്, കൗണ്ടബിൾ ആണ്. അതുപോലെ സെറ്റ് R/Q അല്ലെങ്കിൽ റിയൽ നമ്പർ ബൈ റേഷണൽ നമ്പർ അൺകൗണ്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ സെറ്റ് ഓഫ് ഇറേഷണൽ നമ്പേഴ്സ് ഈസ് അൺകൗണ്ടബിൾ. റേഷണൽ നമ്പറുകൾ കൗണ്ടബിൾ ആണ്, ഇറേഷണൽ നമ്പറുകൾ അൺകൗണ്ടബിൾ ആണ് എന്നുള്ളൊരു കൊറോളറിയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. അസ്യൂം ടു ദ കോൺട്രാഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. എന്താണ് ഇറേഷണൽ നമ്പർ, R/Q, അതാണ് ഇറേഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റിയൽ നമ്പർ ബൈ റേഷണൽ നമ്പറിനെയാണ് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൗണ്ടബിൾ ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിൽ ഓരോ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു, ഒരു കൗണ്ടബിൾ സെറ്റായിട്ട് അതിനെ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് R/Q would imply the union of QR/Q would be a countable set. അപ്പോൾ ക്യൂവിൻ്റെയും R/Q കൗണ്ടബിൾ ആണെങ്കിൽ R/Qൻ്റെയും ക്യൂവിൻ്റെയും യൂണിയൻ കൗണ്ടബിൾ ആയിരിക്കും. അതായത് R എന്നാണ് കൗണ്ടബിൾ ആണ്, പക്ഷേ റിയൽ നമ്പർ കൗണ്ടബിൾ ആണോ, അല്ല. അപ്പോൾ അവിടെ ഒരു കോൺട്രാഡിക്ഷൻ വന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറേഷണൽ നമ്പേഴ്സ് R/Q ഈസ് അൺകൗണ്ടബിൾ സെറ്റ്. R/Q ഇംപ്ലൈ, ഇപ്പോൾ എന്താണ് ഇതിൽ ഈ പ്രൂഫിൽ മെയിനായിട്ട് നോക്കേണ്ടത്, R/Q ഇംപ്ലൈ എന്താണ്, യൂണിയൻ ഓഫ് Q ആൻഡ് R/Q കൗണ്ടബിൾ ആയിരിക്കും. പക്ഷേ R എന്താണ്, അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇത് ഈ ഒരു ഇറേഷണൽ നമ്പർ കൗണ്ടബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് പറയുന്നത് കാൻഡേഴ്സ് പ്രൂഫ് ഓൺ അൺകൗണ്ടബിലിറ്റി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവെല്ലിലെ അൺകൗണ്ടബിലിറ്റിയെ കുറിച്ചിട്ട് കാൻഡേഴ്സ് പ്രൂഫാണ് അടുത്തതായിട്ട് പറയുന്നത്. വി നൗ ഗിവ് എ സെക്കൻഡ് പ്രൂഫ് ഓഫ് ദ റിസൾട്ട് അല്ലെങ്കിൽ അൺകൗണ്ടബിലിറ്റി ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ മറ്റൊരു പ്രൂഫാണ് കാൻഡേഴ്സ് പ്രൂഫ്. ഇപ്പോൾ സെറ്റ് ഓഫ് I ഓഫ് റിയൽ നമ്പേഴ്സ് X that satisfy 0 less than or equal to X less than or equal to 1 is not countable. അല്ലെങ്കിൽ 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ വരുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ വരുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് I എന്ന് പറയുന്ന സെറ്റ് റിയൽ നമ്പറുകളാണെങ്കിൽ അത് അൺകൗണ്ടബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബേസ് ചെയ്തുകൊണ്ട് ഒരു തിയറം പറയുന്നുണ്ട്. പിന്നീട് അതിൻ്റെ പ്രൂഫാണ് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. ഇത്രയുമാണ് ഈ ഒരു ഇൻ്റർവെൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള പോയിൻറ്റ്സുകൾ. അപ്പോൾ ആ ഒരു നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത ആ ഒരു മെത്തേഡ് കോൺട്രാഡിക്ഷൻ യൂസ് ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ദ യൂണിറ്റ് ഇൻ്റർവെൽ 0-1 എന്ന് പറയുന്ന യൂണിറ്റ് ഇൻ്റർവെൽ ഈക്വൽ ടു set of all x belongs to R such that 0 less than or equal to X less than or equal to 1 is not countable.
നമുക്ക് ഏതൊരു വിവിധ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അത് പ്രൂവ് ചെയ്ത് കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാപ്റ്ററിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.